180 സീറ്റ് പിടിച്ച് BJP അധികാരത്തിൽ വരുമെന്നാണ് സുവേന്ദു അധികാരി ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. BJPയുടെ വലിയ നേതാവാണ് അദ്ദേഹം. കഴിഞ്ഞ പ്രാവശ്യം മമതാ ബാനർജി നിന്ന സ്ഥലത്ത് പോയി മമതാ ബാനർജിയെ തോൽപ്പിച്ച ആളാണ്. ഭാവിയിൽ മുഖ്യമന്ത്രി, നാളെ മുഖ്യമന്ത്രി, ഇപ്പോൾ ഈ സീസണിലായില്ലെങ്കിലും വരുന്ന ഈ തെരഞ്ഞെടുപ്പിലായില്ലെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയുമുള്ള, മമതയ്ക്ക് ശേഷം ബംഗാൾ ഭരിക്കാനുള്ള എല്ലാ സാധ്യതയുമുള്ള സുവേന്ദു അധികാരിയാണ് ഇത് പറഞ്ഞത്. പക്ഷേ ഈ വീഡിയോ ചെയ്യുന്ന അതിനല്ല. എന്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് സംഭവിക്കുന്നത്? ഇന്നലെ അതികഠിനമായ രീതിയിൽ, അതിക്രൂരമായ രീതിയിലാണ് സംഘർഷം നടക്കുന്നത്. ഇന്നലെ കലാശക്കൊട്ടാണ് അവിടെ. തിരഞ്ഞെടുപ്പിൻ്റെ കലാശക്കൊട്ടിൻ്റെ ഭാഗമായി, ഇനിയിപ്പോൾ അടുത്ത ദിവസം കഴിയുമ്പം 29-ന് തിരഞ്ഞെടുപ്പാണ്. അപ്പം കലാശക്കൊട്ടാണ്. ഈ കലാശക്കൊട്ടിൻ്റെ ഭാഗമായി വലിയ അക്രമമാണ് നടന്നത്. കോൺഗ്രസ്സുകാരൻ കൊല്ലപ്പെടുന്നു. തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസ്സുകാരും തമ്മിലുള്ള സംഘർഷത്തിൽ കോൺഗ്രസ്സുകാരൻ കൊല്ലപ്പെടുന്നു. തൃണമൂൽ കോൺഗ്രസും BJPയുമായുള്ള സംഘർഷത്തിൽ BJPക്കാർക്കും തൃണമൂൽ കോൺഗ്രസ്സുകാർക്കും ധാരാളം പരിക്ക് പറ്റുന്നു. നിരവധി പേർ ആശുപത്രിയിലാണ്. CPMും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ തല്ല് നടക്കുന്നു. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എല്ലാവരെയും തല്ലും. അവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഗുണ്ടാ രാഷ്ട്രീയമാണ്. ബംഗാളിൻ്റെ രാഷ്ട്രീയം ഗുണ്ടാ രാഷ്ട്രീയമാക്കി പഠിപ്പിച്ചതാര്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, MA ബേബി റോഡ് ഷോ നടത്തുന്നു. MA ബേബി ഇവിടെ ഒരു ചാനലിൽ, യൂട്യൂബ് ചാനലിൽ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞു, മീഡിയ വണ്ണിനാണ് കൊടുത്തത്. മീഡിയ വണ്ണിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഒരു നരേഷൻ കിടന്ന് കറങ്ങുന്നുണ്ട്. ജില്ലാ സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറി, CPMൻ്റെ ജില്ലാ സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും ഒക്കെ ഇവിടെ വന്ന് പെറോട്ട അടിക്കുന്നു എന്ന്. പക്ഷേ ഏരിയ സെക്രട്ടറി, CPMൻ്റെ ഏരിയ സെക്രട്ടറി തന്നെ, ഏരിയ സെക്രട്ടറി ആയിരുന്ന ഒരാൾ പെരുമ്പാവൂരിൽ ജോലിക്ക് വന്നതും അത് വാർത്തയായതുമാണ്. ഏരിയ സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഇവിടെ വരികയും അദ്ദേഹം ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. അത് വലിയ വാർത്തയായിരുന്നു, എല്ലാ ചാനലുകളിലും വാർത്തയായതാണ്. അപ്പോൾ അത് MA ബേബി മറന്നുപോയോ എന്നൊരു സംശയമുണ്ട്. രണ്ടാമത്, 10-35 വർഷക്കാലം ബംഗാൾ ഭരിച്ച CPMന് എന്തുകൊണ്ട് അവിടെ നിന്ന് ആളുകൾ പലായനം ചെയ്യുന്നു? ഇവിടെ ഇപ്പം MA ബേബി പറഞ്ഞത് ബീഹാറിൽ നിന്നും UP നിന്നുമൊക്കെ ഇവിടെ ജോലിക്ക് വരുന്നതാണ്. ഒരു UPക്കാരനുമില്ല, ഒരു ബീഹാറിയും ഇല്ല. പരമാവധി ബംഗാളിൽ നിന്നാണ് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ആസാം, ആ നോർത്ത് ഈസ്റ്റേൺ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള കുറച്ച് ആളുകൾ വരുന്നുണ്ട്. അവരെ കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. ആളുകളെ കണ്ടാൽ തന്നെ അവരുടെ പൊക്കം, തടി അല്ലെങ്കിൽ ശരീരഘടനയൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അങ്ങനെ കുറച്ച് പേര് വരുന്നുണ്ട്. പിന്നെ ബംഗാളികളാണ് കൂടുതൽ വരുന്നത്. അതിൽ മഹാഭൂരിപക്ഷം പേരും പാർട്ടി പ്രവർത്തകരുമാണ്. ബംഗാളിലെ പാർട്ടി ഓഫീസുകൾ എവിടെ? ബംഗാളിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഈ പൂച്ചപറ്റി കിടക്കുന്നു എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. എവിടെയാണിത് സംഭവിക്കുന്നത്? അടിപടലം തെറ്റിയിട്ടില്ലേ MA ബേബി? അത് നിങ്ങൾ അവിടെ മാത്രമല്ല, CPM എവിടെയെല്ലാം പതനത്തിലേക്ക് പോയിട്ടുണ്ട് അവിടെ അടിസ്ഥാനശില തന്നെ പോയിട്ടുണ്ട്. സോവിയറ്റ് റഷ്യയിൽ ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ സ്വപ്നമായിരുന്നു, ഇടിമുഴക്കത്തിൻ്റെ വസന്തമായിരുന്നു. ചൈനയൊഴിച്ച്, ചൈന മുതലാളിത്ത രാജ്യമാണ്, അല്ല ഇപ്പോൾ സോഷ്യലിസ്റ്റ് രാജ്യമൊന്നുമല്ല ചൈന. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചുമന്ന കൊടിയുണ്ട് എന്നൊഴിച്ചാൽ അവിടെ കംപ്ലീറ്റ് മുതലാളിത്തം അമേരിക്കയ്ക്ക് പഠിക്കുകയാണ്. അവർ അമേരിക്കയുടെ മുകളിൽ കയറാൻ പഠിച്ചുകൊണ്ട് നടക്കുന്ന രാജ്യമാണ്. മറ്റേത് രാജ്യത്താണ് സോഷ്യലിസം നടപ്പിലാക്കാൻ പോയ രാജ്യം? ക്യൂബ നോക്കൂ. ഇപ്പോൾ ക്യൂബയുടെ കിടപ്പ് എവിടെയാണ് കിടക്കുന്നത്? അവിടെ പട്ടിണിയും ദാരിദ്ര്യവും, കറണ്ടുമില്ല, വെള്ളമില്ല. ജനങ്ങൾ വലിയ രീതിയിൽ കലാപം ഇനി ആരെങ്കിലും നടത്താൻ ആഹ്വാനം ചെയ്താൽ കലാപത്തിനിറങ്ങാൻ ജനങ്ങൾ തയ്യാറായി നിൽക്കുന്നൊരു ക്യൂബയാണ് നമ്മൾ കാണുന്നത്. എവിടെയാണ് സോഷ്യലിസത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയം? വിപ്ലവത്തിൻ്റെ വസന്തമെന്ന് പറഞ്ഞ്, വസന്തത്തിൻ്റെ ഇടിമുഴക്കമെന്നൊക്കെ പറഞ്ഞ് വന്ന് എവിടെയെങ്കിലും ഇതിനകത്തൊരു വേരുണ്ണാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഒരു കയ്യിൽ SDP, മറ്റൊരു കയ്യിൽ PDP, വേറൊരു കയ്യിൽ കേരള കോൺഗ്രസ്, ഇങ്ങനെ സകല, പിന്നെ INL, സകല ജാതി മത വർഗ വർണ്ണ സംഘടനകളെയും കയ്യിലെടുത്തുകൊണ്ട് ഒരു മുന്നണി രാഷ്ട്രീയം പയറ്റിയിട്ട് അതാണ് ഇന്ത്യക്ക് മാതൃക എന്ന് പറയുന്ന MA ബേബി, താങ്കൾ സത്യസന്ധമായിട്ടാണ് ഇത് പറഞ്ഞതെങ്കിൽ, ആത്മാർത്ഥമായിട്ടാണ് ഇത് പറഞ്ഞതെങ്കിൽ, താങ്കൾ പണ്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു ചോദ്യം താങ്കൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രസ്താവന. എന്തുകൊണ്ട് അശരണരായ, നിശബ്ദരായ, ജാതി വെറിയുള്ള, ജാതി പ്രശ്നങ്ങളുള്ള
ഒരുപാട് പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടെന്ന് പറയുന്ന വടക്കേ ഇന്ത്യയിൽ CPM-ന് കടന്നു കയറാൻ പറ്റുന്നില്ല. ഇതൊരു വലിയ ചോദ്യമാണ്. ബംഗാളിൽ എന്തുകൊണ്ട് താഴേക്ക് പോയി? ത്രിപുരയിൽ എന്തുകൊണ്ട് കച്ചി തൊടുന്നില്ല? മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഇത് CPM എന്ന പാർട്ടി ഇന്ത്യയിൽ ഇല്ലാതാവുന്നു എന്നത് ഇപ്പോൾ കേരളത്തിൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ അങ്ങനെ പാർട്ടി നശിക്കില്ല എന്നൊക്കെ പറയാമായിരുന്നു. ഇപ്പോൾ അതല്ല സ്ഥിതി. നിങ്ങളെ കൂടെയുള്ള ഈഴവരാതി മറ്റ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട എല്ലാവരും BJP-യിലേക്ക് വലിയൊരു പങ്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നായർ കമ്മ്യൂണിറ്റിയിലൊരു വോട്ടും വലിയ കോൺഗ്രസിലുള്ള നായർ കമ്മ്യൂണിറ്റി വോട്ടുമൊക്കെ BJP-ക്ക് പോയിട്ടുണ്ട്. അവർ 20% കൂടുതൽ വോട്ട് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കാലത്തും നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ ഞങ്ങളിവിടെ നിൽക്കും എന്ന് പറയുന്നതിനൊന്നൊരു കാര്യമില്ല. താങ്കൾ ബംഗാളിലായിരുന്നല്ലോ, താങ്കൾ ഇത് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബംഗാളിൻ്റെ രാഷ്ട്രീയം ഗൂണ്ടാ രാഷ്ട്രീയം, മമതയുടെ ഗൂണ്ടാ രാഷ്ട്രീയവും ഈ MA ബേബി പറഞ്ഞ CPM-ൻ്റെ പഴയ ഒരു പിന്നോട്ടടിക്കുന്ന രാഷ്ട്രീയമൊക്കെ കൂടിയാണ് ബംഗാളിനെ ഇങ്ങനെ എടുത്ത് നിർത്തിയിരിക്കുന്നത്. ആ ബംഗാളിൽ മാറ്റമുണ്ടാകുമോ? ആ മാറ്റം കൊണ്ടുവരുന്നത് ആരാണ്? കോൺഗ്രസ് ആണോ? ഇനി CPM തന്നെ തിരിച്ചു വന്നിട്ടാണോ? ബംഗാൾ ജനത ക്ഷമിച്ചാൽ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയും എന്നാണ് MA ബേബി പറയുന്നത്. അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് ഒരു അവസരം കൂടി CPM-ന് കൊടുക്കുമോ? പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും അതിനൊരു സാധ്യതയുമില്ല. ആ ഇടയ്ക്കാണ് ആ സ്പേസിൽ BJP കയറി വന്നു. അതുകൊണ്ട് തന്നെ അങ്ങനൊരു സ്പേസ് ഇല്ല. ഇപ്പോൾ ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ബദൽ എന്ന് പറയാൻ മമതയ്ക്ക് ബദൽ കോൺഗ്രസിനാകാൻ കഴിയുന്നില്ല, CPM-നാകാൻ കഴിയുന്നില്ല, BJP ആകും എന്നൊരു തോന്നൽ ബംഗാളിൽ വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ CPM-ൻ്റെ ഭാവി എന്താണെന്നറിയില്ല, കോൺഗ്രസിൻ്റെ ഭാവി എന്താണെന്നറിയില്ല. എന്തായാലും കൂട്ടത്തല്ലിൻ്റെ ഗൂണ്ടായുസത്തിൻ്റെ ഒരു നാടായി വങ്കനാട് മാറുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമ്മെ ഭീതിപ്പെടുത്തുന്ന, നമ്മെ വിഷമിപ്പിക്കുന്ന, നമുക്ക് വളരെ സങ്കടത്തോടുകൂടി കാണേണ്ടുന്ന വിഷയം. കൂട്ടത്തല്ലാണ് നടത്തുന്നത്. എന്തിനു വേണ്ടി? വോട്ടിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി ഗൂണ്ടാപ്പണി നടത്തുന്ന ഒരു നാടായി, ഗൂണ്ടാലാൻഡായി ബംഗാൾ മാറുകയാണോ?